തിബിരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയായിലും ഹെരോദാവ് ഗലീലയിലും വാഴുമ്പോൾ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലത്ത് യോഹന്നാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞ വഴികൾ ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ഞങ്ങൾ എന്ത് ചെയ്യണം? പറയൂ, പറയൂ, ഞങ്ങൾ ഏത് വഴിക്ക് തിരിയണം? സർപ്പസന്തതികളെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും. നിങ്ങളിൽ 2 ഉടുപ്പുള്ളവൻ അതിൽ നിന്നും ഒരുടുപ്പ് ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ സാധനങ്ങളും പങ്കിടട്ടെ. ഗുരു, ഞങ്ങൾ ചുങ്കം പിരിക്കുന്നവരാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? നിയമവിരുദ്ധമായി ഒന്നും പിരിക്കരുത്. ഞങ്ങൾ പടയാളികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വയ്പ്പിൻ. പറയൂ, നീയാണോ ക്രിസ്തു? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.